ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറശ്ശിനിക്കടവാണ് പോകാൻ വരുന്നത്. അതിനുവേണ്ടി നമ്മൾ പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് വാങ്ങിയാണ്. ഇത്ര ആൾക്കാരാണ് ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബാക്കി ക്യാമറയ്ക്ക് പുറമേ ഉണ്ട്. അപ്പോൾ ഇവർ വന്നതിന് ശേഷം ഞാൻ അവിടെ മരമെല്ലാം ഒന്ന് നല്ലോണം നോക്കി. അപ്പോൾ ഇങ്ങനത്തെ മരം നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഒരു ഇമോജി കമൻറ്റ് ചെയ്തോളെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ 10-12 പേര് പോകുന്ന ടിക്കറ്റ്. പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. അവിടെ എന്തൊക്കെയോ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടി അതെടുത്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടി കയറി അപ്പുറം കാണുന്ന ആ സ്ഥലത്ത് പോയിട്ടാണ് നമുക്ക് ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ട്രെയിൻ ഇപ്പം വരും, നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഗായ്സ്, ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആണിയടിച്ചു കയറിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇവിടുന്ന് ട്രെയിനിന് വേണ്ടി ഓടുന്നവർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്ഥലമാണ് ഞങ്ങൾ കളിക്കാറുള്ളത്. ഇവിടെ പയ്യോളി എന്ന സ്ഥലത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ഹായ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ പയ്യോളിയാണ് എൻ്റെ നാട്. ഇവിടെ വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ഒരു ഇമോജി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്നെ അറിയാവുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോകുമ്പോൾ അങ്ങ് പയ്യോളി തൊട്ട് കണ്ണൂർ വരെ നിന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സ്ഥലമില്ലാത്തത് കാരണം അവിടെ മഴയൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി എഡിറ്റ് ചെയ്തിട്ടതാണ്. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ നമുക്ക് പറശ്ശിനിക്കടവ് പോയാലോ. അപ്പോൾ ഇവിടുത്തെ തിരക്കാണ് നിങ്ങൾ കാണില്ല. ഞാൻ കുട്ടിയുടെ ചോറൂണിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ്, ഇവരൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇവർക്ക് വേണ്ടി ഒരു ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ കുട്ടിക്ക് നമ്മൾ ചോറൂണ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.